മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ 8 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. രണ്ടാം പ്രതി TK രജീഷ് ഉൾപ്പെടെയാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ മനോരാജും ഈ കേസിൽ പ്രതിയാണ്. ഈ പ്രതികൾ ഉൾപ്പെടെ 8 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി. CPIM വിട്ട് BJPയിൽ ചേർന്നതിന്റെ വൈരാഗ്യത്തിന് സൂരജ് എന്ന ചെറുപ്പക്കാരനെ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ്. ആദ്യം ഒരു വധശ്രമം, ആ വധശ്രമം കഴിഞ്ഞ് പിന്നീട് 6 മാസത്തിന് ശേഷമാണ് ഈ കൊല നടക്കുന്നത്. എന്ന് മാത്രമല്ല, മറ്റൊരു അപൂർവ സംഭവം ഉണ്ടായി. ഈ കൊല്ലപ്പെട്ട ആളുടെ ശവകുടീരം ആക്രമിച്ച് തകർത്തതും ശവകുടീരത്തിനകത്ത് ബോംബ് വെച്ചതും സ്റ്റീൽ ബോംബ് വെച്ചതൊക്കെ ഇങ്ങനെ കണ്ണൂരിനെ സംബന്ധിച്ച കോളിളക്കം സൃഷ്ടിച്ച കേസുകളിൽ ഒന്നാണ് ഇത്. ആ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഫെലിക്സ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫെലിക്സ, സാധാരണഗതിയിലുള്ള പോലെയുള്ള ഒരു രാഷ്ട്രീയ കൊലപാതകമെന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ 2 വട്ടമാണ് സൂര്യന് നേരെ ആക്രമണമുണ്ടായത്. 2ാം വട്ടത്തിലാണ് ഇയാൾ കൊല്ലപ്പെടുന്നത്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഓരോ ഘട്ടങ്ങളിലും ദൃക്സാക്ഷി കൂറുമാറുന്നു, ഒപ്പമുണ്ടായിരുന്ന ആള് കൂറുമാറുന്നു. ഇവരെല്ലാം കൂറുമാറിയിട്ടും പോലീസ് ശാസ്ത്രീയമായ അന്വേഷണത്തോടു കൂടി തന്നെയാണ് പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുവാൻ വേണ്ടിയുള്ള കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യുന്നത്. കണ്ണൂർ രാഷ്ട്രീയത്തിലേക്ക് ഒരുപക്ഷെ ഈ സൂരജ് വധക്കേസിലെ ശിക്ഷയോടെ വരുമ്പോൾ എന്തൊക്കെ ഒരു മാറ്റങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? മാസ്റ്റർ, നമുക്കറിയാം കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ ഏതാണ്ട് സമാധാനപരമാണ് കാര്യങ്ങൾ. കഴിഞ്ഞ 8 കൊല്ലമായി രാഷ്ട്രീയ കൊലപാതകങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. പക്ഷേ നമുക്കറിയാം ഇത് 2005 നടന്ന കേസാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ ശിക്ഷാവിധി വരുന്നത് അല്ലെങ്കിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്താൻ ഏറെ വൈകുന്നു, വിചാരണയൊക്കെ നീണ്ടുപോകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സൂരജ് വധക്കേസ്. അതായത് 20 വർഷത്തോളം എടുത്തു ഈ കേസിൽ ഒരു വിധി വരാൻ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഈ കേസിൽ ശരിയായ ഒരു അന്വേഷണം നടന്നു എന്നതാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MB ജയരാജൻ പറഞ്ഞിരുന്നു, ഈ കേസിലെ മുഴുവൻ പ്രതികളും നിരപരാധികളെയാണ് കോടതി ശിക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് CPM ഈ കേസിലെ മുഴുവൻ പ്രതികൾക്കും വേണ്ടി ഉയർന്ന കോടതിയിൽ അപ്പീൽ പോകും എന്ന് ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനർത്ഥം TK രജീഷ് അടക്കം, TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതിയാണ് TK രജീഷ് അടക്കം ഈ കേസിലെ ഇപ്പോൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 9 പേർക്ക് വേണ്ടിയും CPM ഉയർന്ന കോടതി, മേൽക്കോടതിയെ സമീപിക്കും എന്ന് തന്നെ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൃത്യമായ അന്വേഷണം നടന്നു. മാത്രമല്ല, ആദ്യം 10 പ്രതികളാണ് ഈ കേസിലുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുമ്പോൾ പോലീസ് പറഞ്ഞിരുന്നു ഇനിയും കുറച്ച് പ്രതികളെ കൂടി ലഭിക്കാനുണ്ട് എന്ന്. അത് വളരെ നിർണായകമായി. കാരണം 2012 TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുകയും അതിൽ TK രജീഷ് പിടിയിലാവുകയും ചെയ്തപ്പോൾ TK രജീഷ് തന്നെ ഇങ്ങനെയൊരു കുറ്റസമ്മതം നടത്തി. മാത്രമല്ല, TK രജീഷിനെയും ഒപ്പം മനോരാജ് നാരായണനെയും ദൃക്സാക്ഷികൾ തിരിച്ചറിയുകയും ചെയ്തു. ഇത് രണ്ടുമാണ് ഇവർക്കെതിരെ പ്രധാനപ്പെട്ട തെളിവുകളായി മാറിയത്. ഒന്ന്, കുറ്റസമ്മതം നടത്തി. 2, പ്രധാനപ്പെട്ട സാക്ഷികൾ ഇവർ അവിടെ ഉണ്ടായിരുന്നു, ഇവർ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തതായി കണ്ടു എന്ന് സാക്ഷിമൊഴിയും നൽകി. അത് രണ്ടുമാണ് ഏറ്റവും നിർണായകമായി ഇവർക്കെതിരെ ശിക്ഷ കോടതി ശരിവെക്കാനുള്ള നിർണായകമായ തെളിവായി മാറിയത്. അപ്പോൾ അതുകൊണ്ട് ഈ കേസ് തീർച്ചയായിട്ടും ഇത്തരം വിധികൾ വരുന്നത് കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതക കേസുകൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകത്തിന് ഒരു അന്ത്യം വരുത്തുന്ന ഒന്നായി മാറണം എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം 2017 ശേഷം അങ്ങനെ ഒരു രാഷ്ട്രീയ കൊലപാതകങ്ങളൊന്നും തന്നെ കണ്ണൂർ ജില്ലയിലില്ല. അതിന് പ്രധാനമായത് നമുക്കറിയാം ശ്രീ എമ്മിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന ചർച്ച അത് വളരെ പ്രധാനമായ ഒന്നായി നിർണായകമായി മാറി എന്ന് നമുക്കറിയാം. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്തരം കേസുകൾ അവസാനിക്കണം. മാത്രമല്ല, ഈ രാഷ്ട്രീയ കൊലപാതക കേസുകൾ ഇങ്ങനെ നീണ്ടുപോകാനും പാടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതായാലും ഈ സൂരജ് വധക്കേസിൽ ശരിയായ വിധി വന്നു എന്നതാണ് പ്രോസിക്യൂഷൻ ഇത് സംബന്ധിച്ച് പറയുന്നത്. അതേസമയം പ്രതികൾക്കായി CPM ഉയർന്ന കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പീൽ പോവാൻ എന്തായാലും CPM പാർട്ടി എന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ടുണ്ട്. കോളിളക്കം സൃഷ്ടിച്ച കേസുകളിൽ ഒന്നാണ് ഈ സൂരജ് വധക്കേസ്. അതിൽ 8 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. എന്തായാലും ഇവിടെ ഫെലിക്സ് പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ടോളമായി കണ്ണൂർ വളരെ ശാന്തമാണ്. അക്രമ സംഭവങ്ങളോ രാഷ്ട്രീയ കൊലപാതകങ്ങളോ രാഷ്ട്രീയ അതിക്രമങ്ങളോ ഇല്ല. ആ ഒരു ശാന്തി ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ മുൻകാലങ്ങളിൽ നടന്ന ഇത്തരം ചെയ്തികളിൽ പ്രതികൾ കൃത്യമായി ശിക്ഷിക്കപ്പെടുന്നത് ഒരു പരിധിവരെ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിന് സഹായകരമാവുകയും ചെയ്യും.